ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലാപ്ടോപ്പ് ബാഗ് അണ്ടർ 500 റേഞ്ച് വരുന്ന ലാപ്ടോപ്പ് ബാഗിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കടക്കാം. അപ്പോൾ ഈ ബാഗിൻ്റെ പ്രൈസ് വരുന്നത് 380 റുപ്പീസാണ്. 380 റുപ്പീസിന് കിട്ടാവുന്ന നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ബാഗിൽ കിട്ടിയിട്ടുണ്ട്. ലാപ്ടോപ്പ്, പിന്നെ കുറച്ച് ബുക്ക്, അതിൻ്റെ വയറിങ്, നമ്മളെ ലാപ്ടോപ്പ് ചാർജർ, പിന്നെ കീബോർഡ്, മൗസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. വലിയ സ്പേസസ് അല്ല. പിന്നെ ക്വാളിറ്റി വരുന്നത് കുഴപ്പമില്ല, എനിക്കിഷ്ടമായിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റി വലിയ ക്വാളിറ്റി വരാനില്ല, ഒരു ആവറേജ് ക്വാളിറ്റി. വാട്ടർ പ്രൂഫ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ലൈറ്റ് വെയിറ്റ് വാട്ടർ പ്രൂഫ്, വല്ലാണ്ട് വാട്ടർ പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പാഡിങ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ടും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം സ്ലിമ്മാണ്, നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് ബാഗ്. പിന്നെ സ്പേഷ്യസ് അല്ല, ഓവർ സ്പേസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ലാപ്പ്, കുറച്ച് ഒരു 3-4 ബുക്ക് പ്ലസ് ലാപ്ടോപ്പിൻ്റെ കുറച്ച് ആക്സസറീസ്. ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ളൂ, ഞാനിതിൻ്റെ വെക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. പിന്നെ ഉള്ളിലത്തെ പാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ റേഞ്ചിൽ വരുന്ന നല്ലൊരു പാഡിങ് ആണ്. അതിൻ്റെ കുറച്ച് കട്ടിയുള്ള പാഡിങ് ആണ് വന്നിട്ടുള്ളത്. ഒരു ലാപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള പാഡിങ് ഒക്കെ ഉണ്ട്. നോർമൽ ബാഗ് പോലെയല്ല, ലാപ്ടോപ്പ് ബാഗിൻ്റെ ഫീച്ചേഴ്സ് തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ ലാപ്പ് വെച്ചിട്ടുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. ലാപ്പ് ഫിറ്റിംഗ് ആണ്. ഇത് 14 ഇഞ്ച് ലാപ്പാണ്. 14 ലാപ്പ് വെച്ചിട്ട് ബാക്കി സ്പേസ് ഉണ്ട്. അതായത് 15 ഇഞ്ചിന് കറക്റ്റാക്കിയിട്ടാണ് ബാഗ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ലാപ്പ് 14 ഇഞ്ചാണ് വെച്ചിട്ടുള്ളത്. ലാപ്പ് വെച്ചിട്ടൊരു വെയിറ്റ് ഒന്നും തോന്നണില്ല, ഓവർ വെയിറ്റ്. ചില ബാഗിൽ ലാപ്പ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് സാധനം വെയിറ്റുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് തോന്നും. അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല, അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ പാഡിങ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. സാധാ ബാഗ് പോലെ ഡൗണിൽ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഓവറോൾ നല്ലൊരു മോഡൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ എത്ര നിൽക്കുമെന്ന് ഞാൻ കമൻറ്റ് ചെയ്യാം. യൂസ് ചെയ്തതിൻ്റെ ഇഷ്ടമുള്ള കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഞാനതിൽ എക്സ്ട്രാ എൻ്റെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഒരു വയർലെസ് കീബോർഡ്, പിന്നെ ഒരു മൗസ്. ഈ മൗസിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ മുകളിൽ കൊടുക്കാം. ലിങ്ക് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. മൗസ് ഗെയിമിംഗ് മൗസാണ്, റെഡ് ഗിയറിൻ്റെ. അത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ മുകളിൽ കൊടുക്കാം. പിന്നെ ഒരു ലാപ്ടോപ്പ് ചാർജർ, അത് ഞാൻ ഫ്രണ്ടിലത്തെ കളിയിൽ വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ 2 കള്ളിയാണ് ഇതിലുള്ളത്. 2 കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ ലാപ്പ് ചാർജറും മറ്റേ കമ്പാർട്ട്മെൻറ്റിൽ കീബോർഡും ഇതും വെച്ചു. ഇനി കുറച്ച് ബുക്ക് ആഡ് ചെയ്യാനുള്ള സ്പേസും കൂടി അതിലുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. ഇതിട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക് ഞാൻ കാണിച്ചില്ല. ഇതെൻ്റെ ബ്രദറാണ്. നല്ല നീറ്റാണ് സംഭവം. ബാഗ് ബുക്ക് വെച്ചതിന് ശേഷമുള്ള കോലാണത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.